അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ അലസമാം നിൻ കൂന്തൽ ചുരുളുകൾ മോഹത്തിൻ മന്ത്രം ചൊല്ലുന്നു. രാവിലെ എണീറ്റ് കല്യാണത്തിന് പോകാൻ റെഡിയാണ്. കല്യാണം കണ്ട് കുറേ ദിവസമായി വീഡിയോ നമ്മളിപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു, ഒരു ലൈറ്റ് ഷെയ്ഡിൻ്റെ ഒരു ഗൗണായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നാണ് പർച്ചേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂമായിരുന്നു, എനിക്ക് ശരിക്കും ഇഷ്ടമായി. അങ്ങനെ റെഡിയായി ഞാനും വെച്ചും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് നേരെ ചെക്കൻ്റെ വീട്ടിൽ പോയി. അവിടെ രാവിലെ പൊറോട്ടയും ബീഫ് കറിയും ആയിരുന്നു. അത് കഴിച്ച് ചെക്കനുമായിട്ട് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോയും വീടിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് നമ്മുടെ സിംഗിൾസ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി നിന്നെടുത്തു. ഞാനും തക്കടും കുറച്ച് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ നെഞ്ചും വെങ്ങുടുക്കുമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പാത്തൊന്ന് റെഡി, അത് ശരിയായിരുന്നു. പക്ഷെ അവൾ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫാമിലി ഫോട്ടോ എടുക്കാൻ തിരക്കിലായിരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും കാണുന്നത് ഒത്തുകൂടുന്നത്. അങ്ങനെ നേരെ നമ്മൾ വണ്ടിയിൽ കയറി. ഞാൻ സൈഡ് സീറ്റാണ് എപ്പോഴും. അങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. പന്തളത്ത് വെച്ചായിരുന്നു കല്യാണം. ഫ്രണ്ടിൽ തന്നെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഒരു ഫോട്ടോസൊക്കെ വെച്ച് ഫസ്റ്റ് നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് നേരെ നമ്മൾ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് പോയി. അടിപൊളിയായിട്ട് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നല്ല വൈറ്റ് കളറായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ പെണ്ണിൻ്റെ അടുത്ത് പോയി പെണ്ണ് റെഡ് ലെഹങ്ക ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടിരുന്നു. അങ്ങനെ ചെക്കൻ സ്റ്റേജിൽ കയറി പെണ്ണിൻ്റെ കുറച്ച് കസിൻസും ഒക്കെ ആയിട്ട് അവർ കുറേ ഫോട്ടോസും വീഡിയോ എടുത്തിട്ട് അടുത്ത് നമ്മൾ പെണ്ണുമായിട്ടാണ് നമ്മൾ സ്റ്റേജിലോട്ട് പോകുന്നത്. അങ്ങനെ കല്യാണ പെണ്ണും ഞാനും പാത്തും ഞങ്ങളെല്ലാം പെൺകുട്ടീനെ സ്റ്റേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള തിരക്കിൽ നമ്മളും സ്റ്റേജിലോട്ടൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ചെക്കനും പെണ്ണും ഒരുമിച്ച് സ്റ്റേജിലൊക്കെ കയറി. പിന്നെ നമ്മളായിട്ട് ഇന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ താലികെട്ടിലെ ചടങ്ങിലേക്ക് പോയി. അപ്പം ചെക്കൻ താലിയൊക്കെ കെട്ടുമ്പോൾ നമ്മളാണ് ഷോളൊക്കെ പിടിച്ചു കൊടുത്ത് അതൊന്ന് സെറ്റാക്കിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനും പാത്തും കൂടെ ബൊക്കയും മാലയൊക്കെ ചെക്കനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ വേണ്ടി കൊടുത്തു. അവിടെ കുറേ നേരം നിന്ന് പോസ്റ്റായി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ക്യാമറ സെറ്റന്മാർ പറഞ്ഞ് അങ്ങനെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫാമിലീസ് കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞാനും പെണ്ണും ചെക്കനും വീഡിയോയും ഫോട്ടോയും അങ്ങനെ കുറേ എടുത്തു കഴിഞ്ഞ് ഞാൻ ആ സ്റ്റേജിൽ തന്നെ ഇന്ന് ഭയങ്കര ടയേർഡായി. വൈകുന്നേരമായി. അങ്ങനെ അവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ തരുന്നതിലും ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വന്നു. ലാസ്റ്റാണ് നമ്മൾ കഴിച്ചത്. നമുക്കവിടെ കഴിക്കാൻ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയും പപ്പടവും സാലഡും അച്ചാറും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാനും പാത്തും അതെല്ലാം കഴിച്ച് ഞങ്ങൾ ശരിക്കും ഉറക്കം വരുന്ന രീതിയിൽ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ബസ്സിലാണ് വന്നത്. ബസ്സിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലിരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നേരെ ചെക്കൻ്റെ വീട്ടിലോട്ട് വന്നു. അവിടെ വന്നപ്പോൾ നമ്മളെക്കാൾ മുമ്പ് എല്ലാ ഫാമിലി മെമ്പേഴ്സും വന്നിട്ടുണ്ട്. നെഹാസൊക്കെ നമുക്ക് ഹായ് ഒക്കെ പറഞ്ഞു ഈ വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണണമെന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ നമ്മളതെല്ലാം എടുത്ത് കുറച്ചുകൂടെ വർത്തമാനം പറഞ്ഞ് അടുത്ത റിസപ്ഷനുള്ള റെഡിയാകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി റിസപ്ഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.